Good morning, all of you. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് അഡോളസൻസ് പ്രോബ്ലംസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനാണ്. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് അറിയാം, ഒരു കുഴപ്പം പിടിച്ച ഒരു ഏജ്, ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. നമുക്ക് അഡോളസൻസ് എന്താണെന്ന് നോക്കാം. അഡോളസൻസ് ഇസ് എ ട്രാൻസിഷണൽ സ്റ്റേജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അതായത് ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് 10നും 19നും ഇടയിലുള്ള ഏജിലാണ് അഡോളസൻസ് വരുന്നത്. ഈ അഡോളസൻസിൽ കുറെ പ്രശ്നങ്ങൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതില് കുറെ ഡെവലപ്മെന്റും അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതുണ്ട്. അതായത് ഫിസിക്കൽ, മെന്റൽ, കോഗ്നിറ്റീവ് അങ്ങനെ ഇമോഷണൽ ഒരുപാട് ഡെവലപ്മെന്റ് ഓരോ കുട്ടികളിലും നടക്കുന്നുണ്ട്. ഫിസിക്കലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറെ ചേഞ്ചസ്, ഹെയർ അങ്ങനെ എല്ലാതും ഡെവലപ്പ് ചെയ്തിട്ട് ബോഡി കുറച്ചൊന്ന് വലുതായിട്ട് അങ്ങനെയൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ മെന്റലി നോക്കുകയാണെങ്കിൽ, കൊഗ്നിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബുദ്ധിശക്തി, ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള തിങ്കിങ് അത് എല്ലാതും വികാസം ഒരു വളരുന്ന ഒരു ഏജ് പറഞ്ഞതാണ് ഈ അഡോളസൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് നമുക്ക് 10 സബ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഡോളസൻസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഡോളസൻസ് മെന്റൽ ഹെൽത്ത് ആണ്. ആൻഡ് തേർഡ് വണ്ണായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഡോളസൻസ് ആൻഡ് സോഷ്യൽ മീഡിയ. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ആൻഡ് ഫോർത്ത് വണ് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് പ്രിവെൻഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ നാലാമതായിട്ട് ചർച്ച ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് പ്രിവെൻഷൻ എന്ന ടോപ്പിക്കായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സെക്ഷൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ അഞ്ചാമതായിട്ട് അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആൻഡ് സിക്സ്ത് വൺ ഈസ് പിയർ പ്രഷർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് സെവൻത് വൺ ഈസ് ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ്. ബുള്ളിങ് ഒക്കെ ഇപ്പോ ഈ ഒരു കണ്ടംപററി ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സെവൻത്ത് വണ്ണായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ് ആണ്. ആൻഡ് എയ്ത്ത് വൺ ഈസ് കരിയർ ഗൈഡൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ചോയ്സസ്. അതായത് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുഴപ്പം പിടിച്ചൊരു സമയമാണ്. കുട്ടികൾക്ക് എന്തിലേക്കാണ് പോകേണ്ടത്, ഏതാണെന്നൊന്നും അവർക്ക് അത്ര ഒരു ഡിസിഷൻ മേക്കിംഗ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ അവർ പോകുന്നത് ചിലപ്പോ മോശമായിട്ടുള്ളതാണോ ശരിയായിട്ടുള്ളതാണെന്നൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ട് കരിയർ ഗൈഡൻസും ഒരു എഡ്യൂക്കേഷണൽ ചോയ്സും അവർക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സഹായകരമായ കാര്യമാണ്. ആൻഡ് നയൻത്ത് വണ്ണായിട്ട് നമുക്ക് പറയാനുള്ളത് അഡോളസൻസ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബോഡി ഇമേജ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. മെന്റൽ ഹെൽത്തിൽ അതിന് ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്. ഫസ്റ്റ് നമുക്ക് അഡോളസൻസിലാണ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി നോക്കാം. അതായത് അഡോളസൻസിൽ വരുന്ന നമുക്ക്
ചേഞ്ചിങ് മോഡ് അതുവരെ ആക്റ്റീവ് ആയിട്ട് കുട്ടി എല്ലാ കാര്യത്തിലും ഫ്രണ്ടിലാവണം, അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റോർ ചെയ്യുന്ന കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഡിപ്രസ്ഡ് ആവാം. പെട്ടെന്ന് വെച്ചാൽ അവരുടെ സ്ലീപ്പിന്റെ പാറ്റേൺസ് നേരത്തെ ഉറങ്ങുക, അല്ലെങ്കിൽ വൈകി ഉറങ്ങുക, വൈകി എണീക്കുക, അത്തരത്തിലുള്ള ആ ഒരു 6 to 8 hours ഉള്ള സ്ലീപ്പിന്റെ പാറ്റേൺ തന്നെയാണ് പെട്ടെന്ന് മാറുന്നത്. ഈ ഡിപ്രഷൻ ഡിപ്രഷൻ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് കാണാൻ പറ്റും. അതായത് എപ്പിഡെമിക് ആൻഡ് ഇൻഡിയൻ ഡിപ്രഷൻ. എപ്പിഡെമിക് വിശപ്പ്, അതായത് ഒന്നിനും നല്ല വിശപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ വിശപ്പ് കുറയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഫുഡ് ഈറ്റിംഗ് പാറ്റേൺസ് ഒക്കെ ആ ഒരു അഡോളസന്റ് ഒരു കുട്ടിക്ക് വരുന്ന മാറ്റങ്ങളാണ് ഇത്തരം ഡിപ്രഷനെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ ആക്റ്റീവ് ആയിരുന്ന കാരണമൊക്കെ ഇപ്പൊ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ ആക്റ്റീവ് ആയിട്ട് പോയിരുന്ന കുട്ടി പെട്ടെന്ന് ദിവസം ഡിപ്രസ്ഡ് ആവുകയാണ്. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ദിവസം കുട്ടിക്ക് ഡിപ്രസ്ഡ് ആവുകയാണ്. മാത്രമല്ല ഡിപ്രഷന്റെ തന്നെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റേജസൊക്കെ എവിടെയാണ് ഈ ഒരു കുട്ടി കടന്നു പോകുന്നത്. അത് നമ്മുടെ ഈ അഡോളസൻസിന്റെ ഈ ഒരു ആ ഒരു ട്രാൻസിഷൻ പീരിയഡ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏജ് കൂടുന്തോറും 16, 17 ടീനേജിന്റെ ആ ഏജ് കൂടുന്തോറും നമുക്ക് ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ് വരാം. അടുത്ത ടോപ്പിക്കാണ് അതുപോലെ ബോഡി ഇമേജ് സെൽഫ് എസ്റ്റീം. ഇത് ഇതിലൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, പോസിറ്റീവ് സൈഡ് ഉണ്ട്. മീഡിയ ഇൻഫ്ലുവൻസ് ബോഡി ഇമേജ് സെൽഫ് എസ്റ്റീമിലെ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേര് വളരെയധികം ഇമിറ്റേഷന്റെ ഫീൽഡാണ് നമുക്കറിയാം. അവരെ പോലെയാവും, ഇവരെ പോലെ ഫാമിലി തന്നെ അവരെ കണ്ടു പഠിക്കുകയും ഇന്നാളെ കണ്ടു പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പീരീഡ് കൂടിയാണ് നമ്മുടെ പിള്ളേര്. ഈ ഒരു സമയത്താണ് മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഫ്രണ്ട് ആ ഒരു ഇൻഫ്ലുവൻസിനെ പോലെ ആവണം, ഇന്ന ആളെ പോലെ ആവണം, അതുപോലെ ഡ്രസ് ചെയ്യുക, അതുപോലെ മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു കുട്ടിയുടെ സെൽഫ് ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇമിറ്റേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പറയുന്നത്. അതെ, ഇത്തരത്തില് ബോഡി സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈറ്റ് കുറവുള്ള കുട്ടികളുണ്ടാവും, ഹൈറ്റ് കൂടുതൽ കുട്ടികളുണ്ടാവും. എനിക്ക് എന്താ അവരെ പോലെ ആയിട്ട് നമുക്ക് മുടിയുടെ ലെങ്ത് കുറവ്, പിന്നെ നമുക്ക് എനിക്കൊക്കെ ചെറുപ്പത്തിൽ കുറച്ചുകൂടി മുടി വേണം, ആ ഒരു സ്റ്റേജ് കുറച്ചുകൂടി മുടി വേണം, കുറച്ച് ഹൈറ്റ് വേണം. ഹൈറ്റിന് കോംപ്ലക്സ് ഒരുമാതിരിപ്പെട്ട എല്ലാ പിള്ളേരും വരുന്നതാണ്. ആ ആളുടെ ഹൈറ്റാണ് നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു പീരീഡ് കൂടിയാണ് നമ്മുടെ ഈ ഫിസിക്കൽ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കമ്പാരിസണിന്റെ പീരീഡ് കൂടിയാണ്. ആ ആളുടെ പോലെ ആവുക, ഇന്ന ആളെ പോലെ ആവുക, ഇത്ര മുടി വേണം, എനിക്ക് മാത്രമൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മുടെ ഫാമിലിയൊക്കെ കുറച്ച് ഫെയർ ആയിട്ട് ആളുകളുണ്ടാവും, കുറവായിട്ട് ആളുകളുണ്ടാവും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മാറ്റുക, നമ്മൾ കുറച്ച് ഫെയർനെസ് ക്രീമുകൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ തന്നെ മാറ്റുന്ന അതിലൊരു പ്രവണത കാണിക്കുന്ന ഒരു പീരീഡാണ് എഡോളസൻസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു, നമ്മുടെ ഒരു സെൽഫ് ആ ഒരു ഇമേജിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പീരീഡ് കൂടിയാണ് ഈ ഒരു പീരീഡ്. എന്താ അവരെ മാത്രം എന്താ ഞാൻ മാത്രമേ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലെ പീരീഡ് കൂടിയാണ് ഇത്തരത്തിലുള്ള അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാം. അപ്പൊ അതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു സംബന്ധം അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് നമുക്ക് ഹെൽത്ത് കുറവാണെങ്കിൽ നമ്മൾ ഹെൽത്ത് കൂടുതലാണ്. അത് നമ്മുടെ ഫാമിലി സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം. ഇത്തരത്തിൽ പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാവും ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴാവും അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം കൂടി വരുന്നത്. ഹൈറ്റുള്ള ആളുകൾ, കുറച്ച് ഫെയറായ ആളുകൾ, അത്തരത്തിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ അവരുടെ മറ്റുള്ള കാര്യത്തിൽ ബാധിക്കും. അപ്പൊ നമ്മുടെ ബോഡി എങ്ങനെയാണോ അത് കരുതാൻ ചെയ്യാൻ പറ്റും. അതിന് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് യൂണീക്കാണ്. ഈ ഒരാൾക്ക് തന്നെ ഒരാളും അവർ യൂണീക്കായിട്ട് ബോഡി സ്റ്റൈലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഫാമിലി സപ്പോർട്ട് നന്നായിട്ട് വേണം. ആ കുട്ടി നമ്മുടെ ബോഡിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അടുത്തൊരു സംഭവമാണ് സപ്പോർട്ട് സിസ്റ്റംസ്. ഫ്രണ്ട്സ്, ഫാമിലി ഓർ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് can provide support. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ചലഞ്ചിങ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫോക്കസിംഗ് ഓൺ സ്ട്രെങ്ത്സ് ക്യാൻ ബിൽഡ് സെൽഫ് എസ്റ്റീം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ്, പാരന്റ്സിനെ പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട്സ്, അതിലുള്ള സ്പെസിഫിക് കൗൺസിലേഴ്സ് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ പിള്ളേരെ കുട്ടികളെ ബോഡി ഇമേജിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് കൊടുക്കണം. എല്ലാ യൂണീക്ക് ആണെന്നൊരു തോട്ട് നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടി ഒരു പോസിറ്റീവ് അപ്പിയറൻസും ഒരു പോസിറ്റീവ് ഒരു ബാക്ക്ഗ്രൗണ്ടും അതിന് സാഹചര്യം കൊടുക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ പിള്ളേർ അവരുടെ ബോഡി തന്നെ
അല്ലെങ്കിൽ ആൽക്കഹോളിക് ഡ്രിങ്കിങ് സംതിങ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വീട്ടിലും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ടും അത് അറിയാനും അത് കൺസീവ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ക്യൂരിയോസിറ്റിയുടെ ഒരു ഏജ് കൂടിയാണ് നമുക്ക് അഡോളസെന്റ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ഇൻക്രീസ് വൾനറബിലിറ്റി. ഇത്തരത്തില് സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻക്രീസ് ആകുന്ന കുട്ടികളിൽ അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെയും മെന്റൽ ഹെൽത്തിനെയും അതായത് ടോട്ടൽ വെൽബീങ്ങിനെ തന്നെ അഡ്വേഴ്സായിട്ട് അഫക്ട് ചെയ്യുന്നു നമുക്ക് കണ്ടുവരുന്നത്. അടുത്ത ടോപ്പിക്കാണ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. നമുക്ക് എന്താ ചെയ്യാം? ഇത്തരം സബ്സ്റ്റൻസ് യൂസ് ചെയ്ത കുട്ടികളെ നമുക്ക് എങ്ങനെ നമുക്കത് പുറത്തു കൊണ്ടുവരാൻ എങ്ങനെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ബിൽഡിംഗ് ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ് ആൻഡ് പ്രൊമോട്ടിംഗ് ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് ക്യാൻ പ്രിവെന്റ് സബ്സ്റ്റൻസ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫാമിലിയിലായാലും ഫ്രണ്ട്സിലായാലും ചിലപ്പോൾ അറിയാതെ പെട്ടുപോകുന്ന പിള്ളേരുണ്ടാവില്ല. സ്കൂളിലുള്ള സമയത്ത് അറിയാതെ ഫ്രണ്ട്സിന് പ്രഷർ കൊടുക്കുക, പ്രഷർ കൊണ്ട് എല്ലാവരും ചെയ്യുന്നു ഞാനും ഷെയർ ചെയ്ത ക്യൂരിയോസിറ്റി പുറത്തും അതായത് നമ്മുടെ ഗ്യാങ്ങിനാണ് ഹീറോയും നമ്മൾ മോശമാകാൻ പാടില്ല ഒരു സംഭവത്തിന് പുറത്ത് നമ്മൾ ആത്മവിശ്വാസം കൺസീവ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തില് പെട്ടുപോകുന്ന പിള്ളേരുണ്ടാവും, ഇതിന് അഡിക്റ്റ് ആവുന്ന പിള്ളേരുണ്ടാവും. അതൊക്കെ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഫാമിലിയിലായാലും ടീച്ചേഴ്സോടായാലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇതിനെ ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ടോപ്പിക്കാണ് അടുത്തൊരു പോയിന്റാണ് ബിൽഡിംഗ് ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ്. നമ്മൾ കുട്ടികളെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുക ശ്രമിക്കുക. ഈ ഒരു ആൽക്കഹോളിക് ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിന്റെ എല്ലാ നെഗറ്റീവ് സൈഡ്സും എല്ലാ അഡ്വേഴ്സിറ്റീസും കാരണം മറ്റേ കുട്ടിക്ക് ഒരു കോപ്പിംഗ് സ്കിൽസ് ഇതൊന്നും യൂസ് ചെയ്യില്ല. ഇതിനോട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്കിൽസ് കൂടെ കുട്ടികൾക്ക് ചേർത്ത് വരുന്നവരെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ പ്രൊമോട്ടിംഗ് ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് ക്യാൻ പ്രിവെന്റ് സബ്സ്റ്റൻസ് അബ്യൂസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും അല്ല അതിനെ പുറത്തും ഒരുപാട് കാലമുണ്ടെന്നും ഈ ഒരു സബ്സ്റ്റൻസ് അല്ലേ ആ ഒരു യൂസേജ് അല്ലാതെ തന്നെ നമുക്ക് എൻഗേജ് ആവാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാലങ്ങളുണ്ടെന്നും നമ്മൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണമെന്നും അങ്ങനെ കുട്ടികളെ നമ്മൾ ഇതിന്റെ എല്ലാ നെഗറ്റീവ് സൈഡ്സും പറഞ്ഞു കൊടുത്തിട്ട് അവരെ നമ്മൾ ഇതിന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ കുട്ടികളുടെ ഫാമിലി, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള സൗണ്ട് ആയിട്ടുള്ള റിലേഷനിൽ ഗ്യാങ്ങിൽ കുട്ടികളെ എപ്പോഴും പെടാൻ ശ്രമിക്കുക. നമുക്ക് അറിയില്ല കുട്ടികൾ ചിലപ്പോൾ പെട്ടുപോകുന്നുണ്ടാവും. അങ്ങനെ പെട്ടുപോകുന്ന പിള്ളേരും അത്തരത്തിലൊരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ആയ ഒരു ഗ്യാങ്ങിനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. അതിന് ടീച്ചേഴ്സ് നല്ല രീതിയിൽ ഫ്രണ്ട്സും ഫാമിലി ടീച്ചേഴ്സ് നല്ല രീതിയിൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യിപ്പിക്കണം. അടുത്ത ട്രീറ്റ്മെന്റ് ആൻഡ് സപ്പോർട്ട്, തെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, മെഡിക്കേഷൻ ഇത്തരത്തിലുള്ള കാര്യം നമുക്ക് അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഒന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. തെറാപ്പികൾ, മെഡിറ്റേഷൻസ് ഇതൊക്കെ നമ്മുടെ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിനെ ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളൊരു ഓവർ പറയുകയാണെങ്കിൽ നമ്മുടെ അഡോളസൻസ് പീരീഡ് നമുക്കറിയാം സ്ട്രെസ്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സിന്റെ ഒരു സ്ട്രെയിനിന്റെ ഒരു പീരീഡ് ആണ്, ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഒരുപാട് ഇമോഷൻസിന്റെ ഒരു ചാനൽ കാണിക്കുക അത്തരത്തിലുള്ള ഇമോഷൻസ് ഒരു വളരെ ഇമോഷണൽ പീരീഡ് ആണ് നമ്മുടെ അഡോളസൻസ് പീരീഡ്. ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള പീരീഡ് ആണ്. നമുക്ക് ക്യൂരിയോസിറ്റി, നമ്മുടെ എൻക്വയറി തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെ ഒരുപാട് നമ്മുടെ ഒരു ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം പിള്ളേർ ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഡിപ്രസ്ഡ് ആയിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള പിള്ളേരുണ്ട്, ഒരുപാട് ബൈപ്പോളർ ഡിസോർഡറുള്ള പിള്ളേരുണ്ട്. അത്തരത്തിൽ നമ്മളെ ഒരു സത്യം ഒരു കുഴപ്പം പിടിച്ച പീരീഡാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഈ ഒരു പീരീഡിൽ ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഹെൽത്തി ആയിട്ട് സൗണ്ട് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അഡോളസൻസിൽ വരുന്ന കോൺസെപ്റ്റീസിന്റെ പ്രോബ്ലംസ് ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഹായ് ഓൾ, ഞാൻ ഹനാൻപി. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അഡോളസൻസ് ആൻഡ് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏത് കാര്യമായാലും അതിന് മെറിറ്റ്സും ഉണ്ടാവും, ഡിമെറിറ്റ്സും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന സോഷ്യൽ മീഡിയക്കും ധാരാളം മെറിറ്റ്സും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും ഉണ്ട്. അതിൽ അഡോളസൻസിനുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ ബിൽഡ് റിലേഷൻഷിപ്സ് ആണ്. അതായത് ധാരാളം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ ധാരാളം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഈ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇതിലൂടെയൊക്കെ തന്നെ ബന്ധങ്ങൾ നിലനിർത്താൻ ഇതിലൂടെ സാധിക്കും. പിന്നെ അടുത്ത പറയുന്നത് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആണ്. അതായത് ഫസ്റ്റത്തെ ആക്സസ് ടു എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. അതായത് ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് കേട്ടാലും നമുക്ക് ധാരാളം യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ ഇപ്പോ സൈലം അതുപോലെ തന്നെ MS സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ധാരാളം യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ
കുട്ടികളുടെ ഒക്കെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ഡിസ്കഷൻ ആൻഡ് ഫോറം. ഇപ്പോൾ നമ്മുടെ കൊറോണ സമയത്ത് തുടങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു ക്ലബ് ടീമായിട്ട്. അപ്പൊ ഈ ക്ലബ് ടീം എന്ന് പറയുമ്പോൾ അതിലൂടെ ധാരാളം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ആളുകൾ ഓരോ വിഷയത്തെ കുറിച്ചിട്ടും അവെയർ ആയിരുന്നു ആ ആപ്പിലൂടെ. അതേപോലെ തന്നെയാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഇപ്പോ പേഴ്സണലൈസ്ഡ് ലേണിംഗിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡുവലിംഗോ എന്ന് പറഞ്ഞ ആപ്പ്. അതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ധാരാളം ഭാഷകൾ പഠിക്കാൻ സാധിക്കും. ഇപ്പൊ പേഴ്സണലൈസ്ഡ് ലേണിംഗിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡുവലിംഗോ. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ഡിജിറ്റൽ ലിറ്ററസി. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലിങ്ക്ഡ്ഇൻ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അത് നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി, അതായത് ഇതിന്റെ ഉപയോഗം നേരെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ അടുത്ത പറയുന്നത് റേസ് അവയർനെസ് അബൌട്ട് സോഷ്യൽ കോസസ്. അപ്പോൾ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വയനാട് കേസ്, പിന്നെ മോമിത റേപ്പ് കേസ് ഒക്കെ. അപ്പൊ ആ വാർത്തകളൊക്കെ നമ്മൾ ധാരാളം അല്ലെങ്കിൽ കൂടുതൽ അറിഞ്ഞത് ന്യൂസ് സോഴ്സസിനേക്കാളും ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ അതിലൂടെയാണ്. അതിലാവുമ്പോൾ ഫോട്ടോസ് അവൈലബിൾ ആണ്, വീഡിയോസ് അവൈലബിൾ ആണ്, പിന്നെ അതിന്റെ ഓരോ അപ്ഡേഷനും അവൈലബിൾ ആണ്. പിന്നെ അടുത്ത പറയുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നെഗറ്റീവ് ഇമ്പാക്റ്റില് ഫസ്റ്റ് ഉള്ളതാണ് സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മളെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജുകൾ, അതുപോലെ തന്നെ ഇമെയിൽസ് അതൊക്കെ അയക്കുന്ന ഒരു പ്രോസസ്സാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നടിമാരൊക്കെ കേസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ദീപിക പടുക്കോണൊക്കെ അതിന്റെ വലിയൊരു വിക്റ്റിമാണ് ഈ സൈബർ ബുള്ളിങ്ങിന്റെ. അതിൽപ്പെട്ട ഫസ്റ്റ് പെട്ടാണ് ഷെയ്മിങ്. ഷെയ്മിങ് പറഞ്ഞാൽ ഒരാൾ നാണം കെടുത്തുക. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ഫേക്ക് അക്കൗണ്ട്സ് ടു മോക്ക് ഓർ ഹറാസ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കുക. പിന്നെ അടുത്താണ് ബോഡി ഇമേജ് ഇഷ്യൂസ്. അത് ഈ അഡോളസന്റ് പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെ അതിൽ ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ പോലെ ആവണം, അവരെ പോലെ ഡ്രസ് ചെയ്യണം, അവരെ പോലെ ഷൂസ് ധരിക്കണം എന്നുള്ള ഇതാണ്. പിന്നെ ഫിൽറ്ററൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നത്, മറ്റുള്ളവരെ പോലെ ആവണം എന്നുള്ള ചിന്ത കൂടുതൽ വരിക ഈ പീരീഡിലാണ്. പിന്നെ നമുക്ക് പറയുന്നത് റെസ്പോൺസിബിൾ യൂസ് ആണ്. അതിൽ പറയുന്നത് നമ്മുടെ പാരന്റ്സും പിന്നെ ട്യൂട്ടേഴ്സും ഒക്കെ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ട് ഡിജിറ്റൽ ലിറ്ററസി. ഈ ഡിജിറ്റൽ ലിറ്ററസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളെ കരിക്കുലത്തിൽ ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ അടുത്ത ടോപ്പിക് വരുന്നത് ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ് ആണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആക്ട്രസ് ഒരു പൊതുസ്ഥലത്ത് കൂടി, അപ്പൊ അവരെ സോഷ്യൽ മീഡിയന്റെ യൂസ് ഒന്നും ഇല്ലാതെ നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഇതിനൊക്കെ പറയുന്നതാണ് ബുള്ളിങ്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇത് ബുള്ളിങ് തന്നെ സോഷ്യൽ മീഡിയന്റെ കേസിൽ വരുമ്പോൾ അത് സൈബർ ബുള്ളിങ് ആണ്. ഇപ്പൊ ബുള്ളിങ് നമുക്ക് ഇപ്പൊ ഫിസിക്കൽ ഓർ വെർബൽ ഹറാസ്മെന്റ് ചെയ്യുന്ന പേഴ്സൺ ഒരു വ്യക്തിയെ ഫിസിക്കലായിട്ടും വാക്കാലും പ്രൊവോക്ക് ചെയ്യുന്നതാണ് ബുള്ളിങ്. പിന്നെ സ്പ്രെഡിങ് റൂമേഴ്സ് എക്സ്ക്ലൂഡിങ് അതേഴ്സ്, മറ്റുള്ളവരെ കളിയാക്കുക, അതൊക്കെ ബുള്ളിങ്ങിൽ വരുന്നതാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ നമ്മള് ഹറാസ്മെന്റ് ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അതായത് സോഷ്യൽ മീഡിയകളിലൂടെ ഇതാക്കുന്നതാണ് സൈബർ ബുള്ളിങ്. ഇപ്പൊ നമ്മൾക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കമന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓരോരുത്തർ ഇടുന്ന കമന്റ്സ് അവരെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഓരോ മെസ്സേജ് ഇടും. അതിനെ ഫ്ലെയിമിംഗ് എന്നാണ് പറയാം. അപ്പൊ നമ്മള് അവര് അവർക്ക് ഒരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയക്കണമെങ്കിൽ ഫ്ലെയിമിംഗ് വരും. അതേപോലെ തന്നെ സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ഭാഗമാണ്. സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരാളെ ഓൺലൈൻ പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുക, അതിനാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുക. പിന്നെ അടുത്തത് വരുന്നത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് OTP സെൻഡ് ചെയ്യാൻ പറയാം. അങ്ങനത്തെ ഫിഷിംഗ് എന്നാ പറയാ. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയക്കുക, അതൊക്കെയാണ്. പിന്നെ പോസ്റ്റിംഗ് എംബ്രസിംഗ് ഫോട്ടോസ് ഓർ വീഡിയോസ്, അതായത് ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്
സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഹായ്, ഞാൻ ആദ്യ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പിയർ പ്രഷർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതില് പിയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഒരു ഫ്രണ്ട്സ് സർക്കിൾ എന്നുള്ള രീതിയിലാണ് പിയർ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ അഡോളസൻസ് ടൈമിൽ പിയർ ഇൻഫ്ലുവൻസ് എത്രമാത്രം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഇതിന് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. ഇവിടെ പിയർ പ്രഷറിലൂടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത് എന്താ വെച്ചാൽ അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും അതുപോലെ തന്നെ പഠിക്കാനുള്ള അക്കാഡമിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ളത് പിയർ പ്രഷറിലൂടെ കുട്ടികൾ ഒരുപാട് മോശമായ പ്രവർത്തികൾ ചെയ്യുക, അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പിയർ പ്രഷറിലൂടെയാണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കുട്ടികളിൽ ഈ പിയർ പ്രഷറിലൂടെ പിയേഴ്സിന്റെ ഇടയിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുട്ടികളിൽ വർദ്ധിക്കും. അത് നല്ല രീതിയിലും മോശമായ രീതിയിലും ഉണ്ടാവാം. അത് നമ്മൾ പേരൻസ്, ടീച്ചേഴ്സ് അങ്ങനെ ആണ് കുട്ടികളെ കൺട്രോൾ ചെയ്ത് വരുന്നത്. അതുപോലെ പോസിറ്റീവ് പിയർ ഗ്രൂപ്പ്സ് കുട്ടികളിൽ അക്കാഡമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അതുപോലെ മറ്റുള്ളവരോട് പെരുമാറാനും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും കുട്ടികളിൽ പോസിറ്റീവ് പിയർ ഗ്രൂപ്പ്സ് സഹായിക്കും. അതുപോലെ തന്നെ ഈ പിയർ ഗ്രൂപ്പ്സിനെ നിന്നും മോശമായ പിയർ ഗ്രൂപ്പ്സിൽ നിന്നും കുട്ടികളെ ഏർപ്പെടുത്താനും പാരന്റ്സ് ആയാലും എഡ്യൂക്കേറ്റേഴ്സും മെന്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കണം. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്നും മാറ്റണം. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് സെക്ഷൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ആണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുക സെക്സ് എന്നൊരു കാര്യം മാത്രമാണ്. പക്ഷെ അതിലുപരി ഇതിൽ ചിന്തിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൽ ഹെൽത്ത്, കോൺട്രാസെപ്റ്റീവ്സ്, അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഉള്ള കൺസെന്റ്, അതുപോലെ ഡിസയേഴ്സ്, നീഡ്സ്, ഇതിനെ കുറിച്ചൊക്കെ കുട്ടികൾ അവെയർ ആയിരിക്കേണ്ടതാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഏത് ആറ്റിറ്റ്യൂഡില് ഏത് റെസ്പെക്റ്റ് ഉള്ള രീതിയിലാണോ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കുട്ടികളെ അവയർനെസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആക്സസ് ടു റിസോഴ്സ്, ഈ അഡോളസൻസ് സമയത്ത് കുട്ടികളിൽ റിസോഴ്സിന് ആക്സസ് ഉണ്ടെന്നും ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവർക്ക് സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് അത് ഹെൽത്ത് കെയർ സർവീസിൽ നിന്നോ കൗൺസിലിംഗ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഇതിന്റെ അവയർനെസ് കിട്ടുന്നത്. അടുത്ത ടോപ്പിക്കായിട്ട് അഡോളസൻസ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ്. അഡോളസൻസ് ടൈമിൽ ഫാമിലിയിൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു റോൾ തന്നെയുള്ളതാണ്. ഈ അഡോളസൻസ് ടൈമിൽ കുട്ടികൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പാരന്റ്സ് അതിനോട് കുട്ടികളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും അതിന് നോൺ ജഡ്ജ്മെന്റലായിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു മനസ്സ് ടീച്ചേഴ്സും പാരന്റ്സും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം ഇന്ന് വളരെ കുറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അത് പാരന്റ്സ് കുട്ടികളോട് കൂടെ ഒരു നല്ല ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് മറ്റൊരു പിയർ ഗ്രൂപ്പിലേക്ക് അത് പോയി പറഞ്ഞ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പേരന്റ്സിനോട് എല്ലാം തുറന്ന് പറഞ്ഞ് അവർക്ക് സൊല്യൂഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറി വരണം. റെസ്പെക്ടിങ് ബൗണ്ടറീസ്, അപ്പോൾ കുട്ടികൾക്ക് റെസ്പെക്ട് എങ്ങനെ ചെയ്യണമെന്നും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുമൊക്കെ ഈ അഡോളസൻസ് ടൈമിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ അഡോളസൻസിലെ പ്രോബ്ലംസ് ആൻഡ് കോംപ്ലക്സിറ്റീസിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങി. അതിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് കരിയർ ഗൈഡൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസോഴ്സ്. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ട ഒരു ഏജാണ്. കുട്ടികളുടെ കരിയർ, പിന്നെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതിൽ കരിയർ ഗൈഡൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ അഡോളസൻസ് സ്റ്റേജിൽ അവർക്ക് കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുവഴി അവർക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ അറിയാൻ പറ്റും. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പാത്തുകളൊക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാനും നല്ലൊരു കരിയർ ചൂസ് ചെയ്യാനും എല്ലാം പറ്റും.
പിന്നെ വരുന്നത് കരിയർ എക്സ്പ്ലോറേഷൻ. അവർക്ക് കുട്ടികൾക്ക് അവരുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാനെല്ലാം അവർക്ക് സഹായകമായിരിക്കും. മെന്റർഷിപ്പ് സംഭവിച്ചു കുട്ടികൾക്ക് ഈ കാര്യത്തിൽ കൂടുതൽ അറിയില്ല. അവർക്ക് നമ്മൾ മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ നമ്മൾ ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളത് കൊടുക്കണം. പിന്നെ കരിയർ കൗൺസിലേഴ്സ് വഴിയൊക്കെ നമ്മൾ മെന്റർഷിപ്പ് കൊടുക്കുന്നത് അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജിൽ അഡോളസൻസ് ഏജിൽ നമ്മളവരെ ഫിനാൻഷ്യലി എങ്ങനെ റെസ്പോൺസിബിൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാം പഠിക്കണം ആ ഒരു ഏജിൽ. അതിനവർക്ക് ബഡ്ജറ്റിംഗ് പൈസ സേവ് ചെയ്യാനും എല്ലാം അവരെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മൊത്തത്തിൽ ഈ കൺക്ലൂഷൻ ഈ അഡോളസൻസ് ഏജിൽ ഒരുപാട് പ്രോബ്ലംസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് വരുന്ന ഒരു ഏജാണ്. അതിൽ അവര് നല്ല ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏജാണ്. നമ്മൾ നേരത്തെ ബോഡി എസ്റ്റീം പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിനൊക്കെ അവർക്ക് നല്ല മെന്റർഷിപ്പും എല്ലാം കൊടുത്തിട്ട് അവർ നമുക്ക് പ്രാപ്തരാക്കണം അതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ ഒരു ഏജിൽ നമ്മൾ അവർക്ക് നല്ല റിസോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. കരിയറിനും പിന്നെ ഹയർ എഡ്യൂക്കേഷനും എല്ലാം വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള അറിവൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നല്ല റിസോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള കരിയർ ചൂസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ പാരൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ കരിയർ ഡിസിഷൻ അവരുടെ സപ്പോർട്ടീവ് ആണെന്നും പിന്നെ അവരെ അതിനെക്കുറിച്ച് ഇൻഫോംഡ് ആണെന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ.